കണ്ണൂരിനെ ബോംബിന്റെ നാടെന്ന് വിളിക്കണോ? എന്തുകൊണ്ടാണ് ഈ നാടിന് രക്തക്കൊതി തീരാത്തത്? വീട്ടുപറമ്പിൽ നിന്നും തേങ്ങ പെറുക്കാൻ പോലും പറ്റാത്ത നാടായി കണ്ണൂർ മാറിയതെങ്ങനെ? ബോംബ് നിർമ്മാതാക്കളെയും ആഹ്വാനം നൽകുന്നവരെയും എന്തു പേരിട്ട് വിളിക്കണം? അധികാരികളെ ജനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാ ആരെയോ ലക്ഷ്യമിട്ട് ആരോ നിർമ്മിച്ച ബോംബെന്ന് പറഞ്ഞ് ഒതുക്കേണ്ട ഒന്നല്ല ഇത്. നിരപരാധികളെ ഇരയാക്കുന്ന കണ്ണില്ലാത്ത ക്രൂരത കണ്ണൂരിന്റെ മണ്ണിൽ തുടർക്കഥയാകുന്നു. രാഷ്ട്രീയ അക്രമങ്ങളും സംഘർഷങ്ങളും വലിയ തോതിൽ കുറയുമ്പോഴും ഈ മണ്ണിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് തേങ്ങ പെറുക്കുന്നതിനിടെ ബോംബ് പൊട്ടി മരിച്ച എരഞ്ഞോളിയിലെ 75-കാരൻ വേലായുധൻ. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കെ ഏപ്രിൽ 5 പുലർച്ചെ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ CPM പ്രവർത്തകൻ ഷെറിനാണ് കൊല്ലപ്പെട്ടത്. 3 പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം നിലനിർത്താനും തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെയും സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താനുമാണ് ഇപ്പോഴും നാടൻ ബോംബുകൾ ഉപയോഗിക്കുന്നത്. പാനൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി മേഖലകളിൽ ആളൊഴിഞ്ഞ പറമ്പുകളിലും കുറ്റിക്കാടുകളിലും മറ്റും ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നത് പകൽ പോലെ സത്യമാണ്. ഒരു ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇതാരും പേടിക്കണേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ബോംബ് രാഷ്ട്രീയം പാർട്ടികൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പാനൂർ മുളിയാത്തോട്ടിലെ സ്ഫോടനം വ്യക്തമാക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മാണത്തിന് പാർട്ടികളുടെ പരസ്യ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രഹസ്യ പിന്തുണയാണുള്ളത്. ബോംബ് നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ ആരാണെന്ന് പാർട്ടികൾക്ക് അറിയാത്തതല്ല. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇത്തരം അണികളെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ കഴിയാറില്ല. പലരും പാർട്ടിക്ക് മുകളിൽ പറക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളായി മാറി. പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കാൻ കഴിയുന്ന പല രഹസ്യങ്ങളും ഇവരുടെ കൈകളിലുള്ളതിനാൽ നാവനക്കാൻ കഴിയില്ല. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലുമാകാതെ തകർന്ന കൈപ്പത്തികളുമായും കാഴ്ച നഷ്ടപ്പെട്ടും ജീവിക്കുന്നവർ ഏറെയാണിവിടെ. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് അവരവരുടെ ശക്തി കേന്ദ്രങ്ങൾ ബോംബ് നിർമ്മിക്കുന്നത്. CPM-നും BJP-ക്കും തന്നെയാണ് ഇതിൽ പ്രധാന പങ്ക്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത് കേരളം കേട്ടതാണ്. അവിടെ പല പ്രദേശത്തും അറിയുന്നവർക്കറിയാം ബോംബ് നിർമ്മിച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ പലരും. 2008 നവംബർ 13 പാനൂർ വടക്കേ പൊയിലൂർ മയിലാടിക്കുന്നിൽ നിന്നും പോലീസ് പിടികൂടിയത് 125 നാടൻ ബോംബുകൾ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോംബുകൾ ഒന്നിച്ച് പിടികൂടിയ കേസായിരുന്നു അത്. ആ ബോംബുകൾ ആരാണുണ്ടാക്കിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പ്രതികൾ കാണാമറയത്തു തന്നെ. ബോംബ് പൊട്ടി അയൽവാസി കൊല്ലപ്പെട്ടപ്പോൾ ഇനിയും മൗനം പാലിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ സീന എന്ന ചെറുപ്പക്കാരി വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഇന്നലെ മരിച്ചതൊരു സാധാരണക്കാരനാണ്, ഭയമില്ലാതെ ജീവിക്കണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പറമ്പിലൂടെ കളിച്ചു നടക്കാൻ കഴിയണം. പടച്ചട്ട കെട്ടി നാടുനീളെ നടക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈവശം വെച്ച മുഖ്യമന്ത്രി ഇത് കേൾക്കണം. ഇവിടെ നരഭോജികൾ മാത്രം പോരാ, മനുഷ്യർക്ക് ജീവിക്കണം.